Experiment number 5. Program to construct the star patterns using nested for loop. സോ നമുക്കിവിടെ നെസ്റ്റഡ് ലൂപ്പ് ഉപയോഗിച്ച് ലൂപ്പിൻ്റെ അകത്ത് ലൂപ്പ് വരുന്ന രീതിയിൽ വേണം പ്രോഗ്രാം ചെയ്യാനായിട്ട്. പ്രോഗ്രാം ടു കൺസ്ട്രക്ട് ദ സ്റ്റാർ പാറ്റേൺ യൂസിങ് എ നെസ്റ്റഡ് ഫോർ ലൂപ്പ്. നമ്മുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു കൺസ്ട്രക്ട് എ സ്റ്റാർ പാറ്റേൺ ഓൺ ദ സ്ക്രീൻ യൂസിങ് നെസ്റ്റഡ് ഫോർ ലൂപ്സ്. സോ ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നെസ്റ്റഡ് ഫോർ ലൂപ്പ് എന്ന് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യാനായിട്ട്. അതിനേക്കാൾ ഈസി ആയിട്ടുള്ള മെത്തേഡിലുണ്ടായിരിക്കും, പക്ഷേ നമ്മൾ നെസ്റ്റഡ് ഫോർ ലൂപ്പ് തന്നെ യൂസ് ചെയ്യണം. ആൻഡ് ദ പ്രീറിക്വസൈറ്റ്സ് ആർ ബേസിക് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്സ്, ലൂപ്സ് ആൻഡ് നെസ്റ്റഡ് ലൂപ്സ് എന്നിങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എന്നുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രോഗ്രാം നമുക്ക് ചെയ്യാൻ പറ്റൂ. നൗ അൽഗോരിതം എന്ന് പറയുന്നത് ഇനീഷ്യലൈസ് ദ നമ്പർ ഓഫ് റോസ് ഓർ ലെവൽസ് ഫോർ ദ പാറ്റേൺസ്. നമ്മൾ സ്റ്റാർ പാറ്റേൺസ് ജനറേറ്റ് ചെയ്യുമ്പോൾ എത്ര റോസിലാണ് ഇതിൻ്റെ ഡയമെൻഷനാണ് നമ്മൾ ആദ്യം യൂസറിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യേണ്ടത്. സോ നമ്പർ ഓഫ് റോസ് യു മസ്റ്റ് റീഡ് ഫ്രം ദ കീബോർഡ്. ദെൻ ഫോർ ഈച്ച് റോ യൂസ് ആൻ ഇന്നർ ഫോർ ലൂപ്പ് ടു പ്രിന്റ് ദ സ്റ്റാർസ് ഓൺ ദ സെയിം ലൈൻ. സോ നമുക്ക് ടു ഡയറക്ഷണൽ മൂവ്മെൻ്റ് ആണ് ഇവിടെ വരുന്നത്. റോ എലോങ് ദ റോ വൈസ് കൺട്രോളിനായിട്ട് നമുക്ക് ഐ ഈസ് ഈക്വൽ ടു എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉപയോഗിക്കാം. ദെൻ ഓരോ റോയിൽ നിൽക്കുമ്പോൾ നമുക്ക് എത്ര കോളത്തിൽ സ്റ്റാർ വരയ്ക്കണം. ഓക്കെ, സോ നമുക്ക് റോ നമ്പർ 1, 2, 3 ഉണ്ട്, കോളം നമ്പർ 1, 2, 3 ഉണ്ട്. സോ വി നീഡ് ടു മൂവ് ദ കർസർ റോ വൈസ് ആൻഡ് കോളം വൈസ്. ഫോർ റോ വൈസ് movement we will use variable I, and for column wise movement we will use j variable. So I and j രണ്ട് വേരിയബിൾ ഉപയോഗിച്ചിട്ടാണ്, രണ്ട് നെസ്റ്റഡ് ലൂപ്പ്, ലൂപ്പ് ഉപയോഗിച്ച്, രണ്ട് ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ടു ഡയറക്ഷണൽ മൂവ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഈ പാറ്റേൺ നമ്മൾ കൺട്രോൾ ചെയ്യാം. സോ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് വൺ റോ മൂവ് ടു ദ നെക്സ്റ്റ് ലൈൻ. സോ j with every j I value is incremented. Continue the process until all the rows are printed. സോ ഓരോ റോസിലും എവിടേക്കാണ് നമ്മൾക്ക് സ്റ്റാർ വേണ്ടത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്റ്റാർ ലൊക്കേഷൻ അനുസരിച്ച് നമ്മൾ ജെ വാല്യൂ ഇന്നർ ലൂപ്പിനെ മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ലെഫ്റ്റ് സ്റ്റാർ പാറ്റേൺ ഉണ്ടാക്കുക എന്നുള്ളത്. സോ ലെറ്റ്സ് മേക്ക് റോസ് ഈസ് ഈക്വൽ ടു സേ 6. 6 നമ്പർ ഓഫ് റോസ് ഉള്ള ഒരു പാറ്റേൺ ആണ് വരുന്നതെങ്കിൽ നമുക്ക് ഐ ഈസ് ഈക്വൽ ടു 1 ഒരു സ്റ്റാർ വരും. ദെൻ ഐയുടെ വാല്യൂ 2 ആകുമ്പോൾ 2 സ്റ്റാർ വാല്യൂ കൊടുക്കുക. ദെൻ ഐയുടെ വാല്യൂ 3 ആകുമ്പോൾ 3 സ്റ്റാർസ് പ്രിൻറ്റ് ചെയ്യുക. ഐയുടെ വാല്യൂ 4 ആകുമ്പോൾ 4 സ്റ്റാർസ് പ്രിൻറ്റ് ചെയ്യുക. ഐയുടെ വാല്യൂ 5 ആകുമ്പോൾ 5 സ്റ്റാർസ് പ്രിൻറ്റ് ചെയ്യുക. ലെറ്റ്സ് കീപ് 5 സ്റ്റാർസ്. ഇതാണ് നമ്മളൊരു പ്രോഗ്രാമിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. സോ ഐയുടെ വാല്യൂ നമ്മൾക്ക് റേഞ്ച് ചെയ്യേണ്ടത് 4i in range 1, rows plus 1. So 1, rows plus 1 എന്ന് പറയുമ്പോൾ 1, 6 വരും. മീൻസ് 1, 2, 3, 4, 5. ഇതായിരിക്കും നമ്മളുടെ ഐയുടെ വാല്യൂസ് എന്ന് പറയുന്നത്. സോ ഐക്ക് വാല്യൂ കിട്ടുന്നത് 1, 2, 3, 4, 5 ആണ്. നോ ഈ ഓരോ ഐ വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ജെയുടെ വാല്യൂ പറഞ്ഞു തരും. നമ്മൾ ഫസ്റ്റ് റോയിൽ നിൽക്കുമ്പോൾ ജെയുടെ വാല്യൂ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ജെയുടെ വാല്യൂ നമുക്ക് 1 മാത്രം പ്രിന്റ് ചെയ്താൽ മതി. ഓക്കെ, സെക്കൻഡ് റോയിൽ നിൽക്കുമ്പോൾ ജെയുടെ വാല്യൂ നമുക്ക് 1, 2 മാനിപ്പുലേറ്റ് ചെയ്യണം. തേർഡ് റോയിൽ നിൽക്കുമ്പോൾ ജെയുടെ വാല്യൂ 1, 2, 3 പോകണം. ഫോർത്ത് റോയിൽ നിൽക്കുമ്പോൾ ജെയുടെ വാല്യൂ 4 വരെ പോകണം. ഫിഫ്ത്ത് റോയിൽ നിൽക്കുമ്പോൾ ജെയുടെ വാല്യൂ 5 വരെ പോകണം. ഓക്കെ, സോ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു വേരിയബിൾ, ഒരു റോയിൽ പ്രിന്റ് ചെയ്യേണ്ട സ്ട്രിങ്ങിനെ നമുക്ക് റോ എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് നമുക്ക് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ റോയുടെ വാല്യൂ കുറേ നമ്പർ ഓഫ് സ്റ്റാർസ് ആയിരിക്കും. ഫസ്റ്റ് റോയിൽ നിൽക്കുമ്പോൾ റോ എന്ന് പറയുന്ന ഒരു സിംഗിൾ സ്റ്റാർ ആണ്. സെക്കൻഡ് റോയിൽ നിൽക്കുമ്പോൾ റോയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 സ്റ്റാർ ആണ്. മൂന്നാമത്തെ റോയിലേക്ക് വരുമ്പോൾ അത് 3 സ്റ്റാർ ആണ്. സോ എവറി ടൈം ഓരോ സ്റ്റാർസ് പ്രിന്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും അതിനെ റീ ഇനീഷ്യലൈസ് ചെയ്യണം, അല്ലെങ്കിൽ ക്ലിയർ ചെയ്യണം. പ്രീവിയസ് റോ ക്ലിയർ ചെയ്ത് കളയണം. സോ പ്രീവിയസ് റോ ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോ ഐ വാല്യൂവിനും റോ ഈസ് ഈക്വൽ ടു ഒരു നൾ സ്ട്രിങ് ഇനീഷ്യലൈസ് ചെയ്യും. ഒരു നൾ സ്ട്രിങ് ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്കറിയാം കെയുടെ വാല്യൂ നമ്മൾ ഐ അല്ലെങ്കിൽ ജെ എന്ന് പറയുന്ന വേരിയബിളാണ് കോളം വൈസ് കൺട്രോളാണ് ഉപയോഗിക്കേണ്ടത്. സോ ജെയുടെ വാല്യൂ ഐ ഈസ് ഈക്വൽ ടു 1 ആകുമ്പോൾ ജെയുടെ വാല്യൂ 1 വരെ വന്നാൽ മതി. സോ ഐയുടെ വാല്യൂ 1 ആകുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ജെയുടെ വാല്യൂ 1. ഐയുടെ വാല്യൂ നമ്മൾ 2 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജെയുടെ വാല്യൂ 1ഉം 2ഉം. അതായത് സെക്കൻഡ് റോയിൽ നമുക്ക് 2 സ്റ്റാർ പ്രിന്റ് ചെയ്യണം. ഐയുടെ വാല്യൂ 3 ആണെങ്കിൽ
ജെയുടെ വാല്യൂ നമുക്ക് വരിക 1, 2 ആൻഡ് 3 ആണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്ലൂ ആണ്, എത്ര സ്റ്റാർസ് നമുക്ക് അവിടെ പ്രിന്റ് ചെയ്യണം എന്നുള്ളത്. സോ അങ്ങനെ പ്രിന്റ് ചെയ്യാൻ നമ്മൾ നോക്കുമ്പോൾ ജെയുടെ വാല്യൂ വരിക നമുക്ക് 1 മുതൽ i+1 വരെയാണ്. അതായത് ഒന്നാമത്തെ റോയിൽ, ഫസ്റ്റ് റോയിൽ നിൽക്കുമ്പോൾ ഇഫ് വി ആർ ഇൻ ഐ നമ്പർ i is equal to 1, ജെയുടെ വാല്യൂ നമുക്കറിയാം 1 ആണ്. ഓക്കെ, സോ ഈ ജെയുടെ റേഞ്ച് നമ്മൾ കൊടുക്കുക ഫോർ ജെ ഇൻ റേഞ്ച് 1, i+1. സോ ഒന്നാമത്തെ i is equal to 1 ആവുന്ന കേസിൽ ഈ റേഞ്ച് പോവുക റേഞ്ച് ഈക്വൽ ടു 1, 2 മീൻസ് 1 മാത്രം. ഇനി ഐയുടെ വാല്യൂ 2 ആകുമ്പോൾ ജെയുടെ വാല്യൂ പോകേണ്ടത് 1ലും 2ലുമാണ്. അപ്പോൾ ഫോർ ലൂപ്പിന്റെ വർക്കിംഗ് എങ്ങനെയായിരിക്കും? ഫോർ ജെ ഇൻ റേഞ്ച് 1, i+1. i+1 എന്ന് പറയുന്നത് ഐയുടെ വാല്യൂ 2 ആണ്, സോ 3 വരും. സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ജെയുടെ വാല്യൂസ് വരിക 1 ആൻഡ് 2 ആണ്. സോ ഈ രീതിയിൽ നമുക്ക് ഐ ആൻഡ് ജെ വാല്യൂസ് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്റ്റാർ പാറ്റേൺ പ്രിന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ ലൂപ്പ് പോകുന്ന ഒരു ഫാഷൻ എന്ന് പറയുന്നത് ഫോർ ഐ ഇൻ റേഞ്ച് 1, റോസ് പ്ലസ് 1. നമുക്ക് റോസ് 1 മുതൽ 5 വരെയുള്ള റോസ് നമ്മൾ പ്രിന്റ് ചെയ്തു. ദെൻ റോ ഈക്വൽ ടു നൾ സ്ട്രിങ്ങിൽ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തു. ദെൻ കോളം കൺട്രോളിന് വേണ്ടിയിട്ട് ഫോർ ജെ ഇൻ റേഞ്ച് 1, i+1. ദെൻ റോ ഈക്വൽ ടു സ്റ്റാർ എന്ന് കൊടുത്തു. ദെൻ വി വിൽ പ്രിന്റ് റോ, ഫോർ ലൂപ്പിൽ മാച്ച് ചെയ്യുന്ന രീതിയിൽ പ്രിന്റ് റോ കൊടുത്തു കഴിഞ്ഞാൽ ഇതായിരിക്കും നമുക്ക് ഈ സ്റ്റാർ പാറ്റേൺ ആയിരിക്കും പ്രിന്റ് ചെയ്ത് വരിക. സോ i is equal to 1 ആയിപ്പോൾ i is equal to 1 ആയപ്പോൾ റോ ഈക്വൽ ടു നൾ സ്ട്രിങ്ങിൽ വന്നു. ദെൻ ഫോർ ജെ ഇൻ റേഞ്ച് 1, i+1. സോ ജെയുടെ വാല്യൂ 1 മാത്രമേ ഉള്ളൂ, ഒരു സ്റ്റാർ നമ്മളവിടെ റോയിലേക്ക് ഇനിഷ്യലൈസ് ചെയ്തു. റോ ഈസ് ഈക്വൽ ടു ഒരു സിംഗിൾ സ്റ്റാർ വന്നു. സോ നമ്മൾ സിംഗിൾ സ്റ്റാർ പ്രിന്റ് ചെയ്തപ്പോൾ ആ സിംഗിൾ സ്റ്റാർ അവിടെ പ്രിന്റ് ചെയ്ത് വന്നു. ദെൻ ഐയുടെ വാല്യൂ 2ലേക്ക് ഇൻക്രിമെന്റ് ചെയ്യും, സെക്കൻഡ് ലൂപ്പിലേക്ക് വന്നു, ഇന്നർ ലൂപ്പിന് സെക്കൻഡ് ആയി. ദെൻ വീണ്ടും റോ ഈക്വൽ ടു നള്ളിലേക്ക് വന്നു. ദെൻ ജെയുടെ വാല്യൂ 1, 3 ആണ്, 1, 2+1 3 ആണ്. സോ ജെ ഇസ് ഈക്വൽ ടു 1 ആൻഡ് 2 വന്നു. സോ ഓരോ ജെ വാല്യൂവിനും റോയുടെ വാല്യൂ ആദ്യം ജെ 1 ആയപ്പോൾ ഒരു സ്റ്റാർ വന്നു, ജെയുടെ വാല്യൂ 2 ആയപ്പോൾ 2 സ്റ്റാർ വന്നു. ആ 2 സ്റ്റാർ നമ്മൾ പ്രിന്റ് ചെയ്തു. ദെൻ ഐയുടെ വാല്യൂ 3ലേക്ക് മാറും, ജെയുടെ വാല്യൂ 1, 2 ആൻഡ് 3 ആകും. സോ റോ എന്ന് പറയുന്നത് ജെ 1 ആകുമ്പോൾ ഒരു സ്റ്റാർ വന്നു, ജെ 2 ആകുമ്പോൾ രണ്ടാമത്തെ സ്റ്റാർ വന്നു, ജെ 3 ആകുമ്പോൾ മൂന്നാമത്തെ സ്റ്റാർ വന്നു. ആ 3 സ്റ്റാർസിനെ നമ്മൾ പ്രിന്റ് ചെയ്തു. ദെൻ i is equal to 4 ആകും. ഈ രീതിയിൽ ഇൻക്രിമെന്റ് ചെയ്തു പോകും. സോ നമ്മൾ പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ പ്രോഗ്രാം അത്ര സിമ്പിൾ ആണ്. ഇവിടെ റോ is equal to 7 എന്നാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ഈ പ്രോഗ്രാമിനെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഓക്കെ, സോ ഇൻസ്റ്റെഡ് ഓഫ് this we will get the number of rows from the keyboard input, enter the number of rows. Okay, for I in range 1 to rows plus 1 row നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തു. for j in range 1 to i+1 row equal to star നമ്മൾ കൊടുത്തു. Okay, then we will save our program. We'll run the module, what was the error? Run invalid non-printable characters. Row is equal to null string.
അവിടുന്ന് കോപ്പി ചെയ്തുകൊണ്ട് ഗാർബേജ് വാല്യൂസ് അവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. നമ്മൾ ബ്ലാങ്ക് സ്പേസ് എല്ലാം റിമൂവ് ചെയ്ത് ഓക്കെ. സോ ഗാർബേജ് വാല്യൂസ് അവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മളൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് രീതിയിൽ ബിഹേവിയർ വന്നത്. നമ്മളവിടെ ഫ്രീ സ്പേസ് ആണ് എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ട് ഫ്രഷ് ആയിട്ട് നമ്മൾ അലൈൻ ചെയ്തു. റോ is equal to null string for j in range. എല്ലായിടത്തും പ്രോബ്ലം ഉണ്ട്. Yes. Okay. For enter the number of rows. Number of rows, let it be 7. ടൈപ്പ് കാസ്റ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഈ എറർ വന്നിരിക്കുന്നത്. സോ നമ്മൾ അതിനെ ഇൻഡിജറിലേക്ക് മാറണം. ഇൻഡ് okay, save the file, run the module, let it be 7. Yes, it's now printed. 7 row ഉള്ള ഒരു ലെഫ്റ്റ് അലൈൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർ പാറ്റേൺ നമുക്ക് പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ ഇതാണ് പ്രോഗ്രാം. വളരെ സിമ്പിളാണ്. 2 ലൂപ്പ് ഉപയോഗിച്ചാണ്. ഇനി നമ്മൾ ഓരോ സ്റ്റാർ കഴിയുമ്പോൾ ഒരു സ്പേസ് കൂടി എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോഗ്രാം ഉണ്ടാവുന്ന ചേഞ്ച് എന്ന് പറയുന്നത് കുറച്ചുകൂടി സ്പാൻഡ് ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ നമുക്ക് ഒരു ട്രയാങ്കുലർ പാറ്റേൺ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയാം. ഓക്കെ. സോ ഇതാണ് നമ്മുടെ ലെഫ്റ്റ് അലൈൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർ പാറ്റേൺ ജനറേറ്റ് ചെയ്യാനുള്ള. സോ അവിടെ എറർ എല്ലാം വന്നത് ഇവിടുന്ന് വന്ന ആ ഒരു സ്പേസ്, ആ സ്പേസ് ആണ് എറർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സ്പേസ് ബാറിന് ഇക്വലന്റ് ആയിട്ടുള്ള അത് വേറെ ഗാർബേജ് വാല്യൂസ്, അതായത് വേറെ ഏതോ ആസ്കി വാല്യൂസ് അവിടെ ഉണ്ടായിരുന്നു. ആ വാല്യൂസ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പ്രോബ്ലം സംഭവിച്ചത്. നമ്മൾ ഫ്രഷ് ആയിട്ട് പ്രോഗ്രാമിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ എറർ ഒന്നും വരില്ല. ഓക്കെ. സോ നമ്മൾ പ്രോഗ്രാം റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരു റിസൾട്ട് ആയിരിക്കും കിട്ടുക. സോ യു നീഡ് ടു ഷോ ദ സാമ്പിൾ ഔട്ട്പുട്ട്.